നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. ഈ വിസയിലാണ് ഇളവുകൾ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അതായത് ചികിത്സയ്ക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി ഇന്ത്യ സന്ദർശിക്കണമെന്നുള്ളവർക്ക് ഈ വാർത്ത ഏറെ ആശ്വാസകരമാകും. 2020 മാർച്ചിൽ ലോക്ക്ഡൌണിനെ തുടർന്നാണ് ബിസിനസ് മെഡിക്കൽ ആവശ്യങ്ങൾ അനുവദിച്ചിരുന്ന ഈ വിസ റദ്ദാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ ബിസിനസ് വിസ, ഈ മെഡിക്കൽ വിസ, ഈ മെഡിക്കൽ അറ്റൻഡന്റ് വിസ, ഈ കോൺഫറൻസ് വിസ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്നത്. ബിസിനസ് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രാ നിയന്ത്രണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ചുവെങ്കിലും ടൂറിസ്റ്റ് വിസ അനുവദിക്കുന്നതിൽ നിയന്ത്രണം തുടരുക തന്നെ ചെയ്യും. ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുതിയ ഓർഡർ പ്രകാരം 156 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് മേൽപ്പറഞ്ഞ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സന്ദർശിക്കാൻ സാധിക്കും. എന്നാൽ ചൈന, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള യാത്രാ നിയന്ത്രണങ്ങൾ തുടരുക തന്നെ ചെയ്യും. കഴിഞ്ഞ മാസങ്ങളിൽ ഉയർന്ന കോവിഡ് ബാധിത നിരക്ക് റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്ക് തുടരുന്നത്. അതേസമയം ബിസിനസ് ആവശ്യങ്ങൾക്കും മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഈ വിസ അനുവദിച്ചെങ്കിലും ഇന്ത്യയിലെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തി വരുന്നത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ തന്നെ മഹാരാഷ്ട്ര വീണ്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൂറത്ത്, റായ്പൂർ, ലക്നൌ, അഹമ്മദാബാദ് പോലുള്ള നഗരങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബിസിനസ് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രാ നിയന്ത്രണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ചുവെങ്കിലും ടൂറിസ്റ്റ് വിസ അനുവദിക്കുന്നതിൽ നിയന്ത്രണം തുടരുക തന്നെ ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.